ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയേക്കും. പരിശോധനാ ഫലം ഔദ്യോഗികമായി ലഭിക്കാൻ സമയമെടുക്കുമെങ്കിലും ഫോറൻസിക് ലാബിൽ നിന്ന് സൂചന കിട്ടിയാൽ മൃതദേഹം വിട്ടുകൊടുക്കാനാണ് നീക്കം. അതിനിടെ ലോറി ഉടമ മനാഫ് അർജുന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടു. അർജുന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇനിയും വൈകില്ല. ഇന്നലെയാണ് DNA സാമ്പിൾ ഫോറൻസിക് ലാബിൽ എത്തിച്ചത്. രാവിലെ പരിശോധന തുടങ്ങി. മൃതദേഹം അർജുന്റേതെന്ന സൂചന കിട്ടിയാൽ മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കും. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ജില്ലാ ഭരണകൂടം തന്നെ ഏർപ്പാടാക്കി. അർജുന്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ആംബുലൻസിൽ ഒപ്പമുണ്ടാകും. കർണാടക പോലീസും യാത്രയിൽ മൃതദേഹത്തെ അനുഗമിക്കും. മുഴുവൻ ചെലവും കർണാടക സർക്കാരാണ് വഹിക്കുക. രാവിലെ ലോറി ഉടമ മനാഫ് കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടു. ഭയങ്കര ലാഗിങ് ആണ് കർണാടക. മനുഷ്യന്റെ വില 5 പൈസന്റെ വില ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് അവിടെ. അത് ആ നാട്ടിനെ നമ്മൾ കുറെ മാറ്റിയെടുത്തിക്കണ് ഈ ഒരു വിഷയത്തിലൂടെ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇപ്പോൾ എൻ്റെ ശരീരം കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നത്തേക്ക് 3 ദിവസമായി. ഇനിയും എന്താണ് ഒരു DNA ടെസ്റ്റ് എന്നുള്ള ഒറ്റ കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോവാണ്. ഇനി എത്ര ദിവസം ആവും അറിയില്ല. അതേസമയം മണ്ണിടിച്ചിൽ കാണാതായ മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും ഗംഗാവലിപ്പുഴയിൽ തുടരുന്നുണ്ട്. ടീം 24 ഷിരൂർ.